സ്നേഹമുള്ള വികാരിയച്ച, മറ്റു വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒത്തിരി ഏറെ സ്നേഹത്തോടു കൂടിയാണ്, സന്തോഷത്തോടും സ്നേഹത്തോടു കൂടിയാണ് ഈ ദേവാലയത്തിൽ രണ്ടാമത് ഒരു ബലി അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ വിചാരകരൂപതയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഈ കുടുംബത്തിലുള്ള ആന്റിക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് ഈ കുർബാനയിൽ നമ്മളുടെ കുഞ്ഞുമകന് മാമോദീസ നൽകുവാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ കേരളത്തിൽ വരുന്നുണ്ട് എന്നറിഞ്ഞ ഉടനെ തന്നെ ജിൽസനെ വിളിച്ച് ചോദിച്ചു, പിതാവ് എൻ്റെ മകന് മാമോദീസ നൽകാമോ? ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായും വരാം. ഇന്നലെ രാത്രി തൃശ്ശൂരിൽ നിന്നും ഞാൻ നാഗപ്പുഴ പള്ളിയിൽ വന്നു. നാഗപ്പുഴ പള്ളിയിൽ രാവിലെ കുർബാന അർപ്പിച്ചു. അതിനുശേഷം ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത് കുർബാന അർപ്പിച്ച് ഈ കുഞ്ഞുമകനെ മാമോദീസ നൽകുവാനായിട്ട്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, കഴിഞ്ഞ ഡിസംബർ മാസം 25-ാം തീയതി ഹപ്പോളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ 77 പേർക്ക് മാമോദീസ നൽകിയ ഒരനുഭവമായിരുന്നു. 77 മുതിർന്ന ആളുകൾ യേശുവിനെ അടുത്തറിഞ്ഞതിന് ശേഷം, അവർ യേശു ആരാണ് എന്നറിഞ്ഞതിന് ശേഷം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്ന 77 പേരെ മാമോദീസ നൽകുവാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ രൂപതയിൽ ഏകദേശം 2500 ബിറ്റ്വീൻ 2500-3000 ആളുകൾ ഇപ്പോൾ എൻ്റെ രൂപതയിൽ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ഓരോ വർഷവും കടന്നു വരുന്നുണ്ട്. ഇന്ന് നാം ഈ കൊച്ചു കുട്ടിക്ക് മാമോദീസ നൽകുകയാണ്. കൊച്ചുകുട്ടിക്ക് ഇതൊന്നും അറിയില്ല നമ്മളെന്താ ചെയ്യുന്നതെന്ന്. പക്ഷെ ഉത്തരവാദിത്വം മാതാപിതാക്കളും തലതൊട്ടമ്മയും അതുപോലെ ഈ കത്തോലിക്ക വിശ്വാസത്തിൽ കൂടി നമ്മളുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരുടെയും കടമയാണ് ഈ കുട്ടിയെ നല്ല രീതിയിൽ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രക്രിയ. എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. വികാരിയച്ഛനോ സിസ്റ്റേഴ്സോ വേദപാഠം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സോ അവർ മാത്രമല്ല, മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരുടെയും കടമയാണ് ഓരോ മകനെയും മകളെയും യേശുവിൻ്റെ മാർഗത്തിൽ കൂടി കൊണ്ടുവരിക എന്നുള്ള കർത്തവ്യം. ഈ കുഞ്ഞ് ജനിച്ചത് മാതാവിൻ്റെയും പിതാവിൻ്റെയും അവർ മുഖേന ഈ കുഞ്ഞ് ഭൂമിയില്ലാതായി. പക്ഷേ ഈ കുഞ്ഞിനെ യേശുവിലേക്ക് എപ്പോഴും അടുപ്പിക്കേണ്ടത് എല്ലാവരുടെയും കാര്യമാണ്. ഞാൻ ഇന്ന് ഇപ്പോൾ വിചാരണ രൂപത്തിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ഞാൻ ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മാമോദീസ സ്വീകരിക്കുമ്പോൾ ഈ ക്രിസപ്പ് ഓയിൽ എടുത്ത് കൊച്ചിൻ്റെ നെറ്റിയിൽ പരട്ടിയിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. I anoint you with the oil of chrism as Christ was anointed to be a priest, prophet and king. ഞാൻ ഈ തൈലം കൊണ്ട് നിന്റെ ശിരസിൽ പൂശി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. നീ 3 കർത്തവ്യങ്ങൾ ചെയ്യുവാനായിട്ട്, 3 കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. To be a priest എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ ജീവിതം എപ്പോഴും നല്ല ഒരു ഹോളി ലൈഫ് ആയിട്ട് മാറണം. എപ്പോഴും നല്ല പരിശുദ്ധമായ ഒരു ജീവിതമായിരിക്കണം. ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതവും പരിശുദ്ധമായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശോയെ അടുത്തറിയുവാനും മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത് ഒരു പ്രവാചകന്റെ ദൗത്യമാണ്. ഒരു പ്രവാചകന്റെ ദൗത്യം എന്താണ്? To stand for truth and justice. നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്യുവാനും നല്ല മാർഗം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഒരു പ്രവാചകന്റെ ദൗത്യമാണ്. ക്രിസ്തീയ പ്രണയം
ഓരോരുത്തരുടെയും കടമ ഒരു പ്രവാചകന്റെ ദൗത്യം നിറവേറ്റുക എന്നതാണ്. മൂന്നാമത്തെ ദൗത്യം ഈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ പറയുന്നതാണ്, നീ എപ്പോഴും ഒരു രാജാവിന്റെ ദൗത്യം ഏറ്റെടുക്കണം. രാജാവിന്റെ ദൗത്യം എന്താണ്? രാജാവിന്റെ രാജ്യത്തുള്ള പ്രജകളെ സ്നേഹിച്ച് നല്ല മാർഗത്തിൽ കൂടി ചരിച്ച് അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുക, അവരെ സംരക്ഷിക്കുക എന്നതാണ് ഒരു രാജാവിന്റെ കർത്തവ്യം. മാമോദീസ സ്വീകരിച്ചു കഴിയുമ്പോൾ ഓരോ വ്യക്തിയും ഈ 3 കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു to be a prophet, to be a king and to be a priest. പൗരോഹിത്യത്തിന്റെ ഒരു കടമയിലേക്ക്, a holy life, ഒരു പ്രവാചകന്റെ കടമയിലേക്ക്, ഒരു രാജാവിന്റെ കടമയിലേക്ക് കടന്നു ചേരുകയാണ്. ഇത് കുഞ്ഞുമകൻ നമ്മൾ മാമോദീസ കൊടുക്കുമ്പോൾ മാതാപിതാക്കളും അതുപോലെ ബന്ധുമിത്രാദികളും എല്ലാം നമ്മൾ ഒക്കെ മാമോദീസ സ്വീകരിച്ച സമയത്ത് ഈ ദൗത്യം ഏറ്റെടുത്തിരുന്നു. പക്ഷേ നമ്മൾ ചെറുതായതുകൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നു. വലുതാകുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ മറന്നു പോകുന്നു. നമ്മൾ ക്രിസ്തീയരായ ഓരോരുത്തരും ഈ ദൗത്യം ഏറ്റെടുത്ത് യേശുവിൻ്റെ ആ വഴിയിലൂടെ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് വേണ്ടുന്ന അനുഗ്രഹം നമുക്ക് എപ്പോഴും നല്ലവനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നല്ല മാർഗത്തിൽ കൂടി ചരിച്ച് നല്ല ഒരു ക്രിസ്തീയ ജീവിതം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു അർത്ഥവത്തുണ്ടാകുകയുള്ളൂ. അതിനുവേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നല്ലവനായ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾക്ക് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഇവിടെ ഈ കുദാശ, പ്രത്യേകിച്ച് ഈ കുദാശ ധന്യമാക്കി തീർക്കുവാൻ വന്നിരിക്കുന്ന ഈ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങളുടെ കൈകൾ എപ്പോൾ താഴുന്നുവോ അപ്പോൾ വൈദികർ തളർന്നു പോകും. വൈദികരുടെ കൈകൾ എപ്പോഴും താഴുന്നുവോ അപ്പോൾ ജനതകൾ തളർന്നു വീഴും. അതൊരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നമ്മളുടെ ആവശ്യങ്ങളും ആ നല്ലവനായ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ CMI. എൻ്റെ ഫോൺ നമ്പർ 90 74 98 42 24. ജയ് ക്രൈസ്റ്റ്.